ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കായും പയറും ഉപ്പേരിയാണ്. ഊണിൻ്റെ കൂടെ മാത്രമല്ല, കഞ്ഞിയുടെ കൂടിയും അടിപൊളി ഒരു കോംബോ തന്നെയാണ്. മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഒട്ടും സമയമൊന്നും പോവില്ല. അതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കായും പയറും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച ചുവന്ന ഉണക്കപ്പയർ ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് 2 നേന്ത്രക്കായ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ചേർക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത്. ജസ്റ്റ് ഈ പയറും കായൊക്കെ കിടക്കുന്നതിന്റെ തൊട്ട് താഴെ വെള്ളം നിന്നാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയറൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറും കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായില്ല, അല്പമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഒരു അല്പം വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കിയെടുക്കണോണ്ട് നമുക്ക് എന്തായാലും ഡ്രൈ ആക്കി എടുക്കണം. അതുകൊണ്ടാണ് അധികം വെള്ളം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുക്കറിലേക്ക് ആഡ് ചെയ്തെന്ന് പറഞ്ഞത്. അടുത്തായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 15 വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു മീഡിയം എരിവ് കണക്കാക്കിയാണ് ഇവിടെ മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വിസിലടിച്ച് വെച്ച പയറും കായും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കായം പയറിട്ട് തുടങ്ങുന്ന സമയത്ത് അതിന് വല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഈ സമയത്ത് തന്നെ. അപ്പോൾ നമ്മുടെ കായും പയറും ഉപ്പേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കായും പയറും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഈ കായും പയറും. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ കായും പയറും ഉപ്പേരി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.